ടീച്ചർ ഇന്ന് കുട്ടികൾക്കൊരു ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെ. ഈ ആഘോഷത്തിൽ നമ്മുടെ കൂടെ ഒരു അപ്പൂപ്പൻ കൂടിയുണ്ട്. എല്ലാവരും റെഡിയല്ലേ? ഇതാരാ നോക്കിയാ മക്കളെ? പഞ്ഞി പോലുള്ള താടിയും കൂർത്ത തൊപ്പിയും പിന്നെയോ ചുവന്ന കുപ്പായമൊക്കെ ഇട്ട് കുടവയറൊക്കെ ആയിട്ട് നമ്മളെ കാണാൻ വരുന്ന ഈ അപ്പൂപ്പൻ ആരാ മക്കളെ? എല്ലാവരും പറഞ്ഞേ. ക്രിസ്മസ് അപ്പൂപ്പനാണല്ലോ. ക്രിസ്മസ് അപ്പൂപ്പനാട്ടോ ഇത്. എപ്പോഴാണ് ഈ അപ്പൂപ്പൻ നമ്മളെ കാണാൻ വരുന്നത്? ക്രിസ്മസിനാണല്ലേ. ക്രിസ്മസിനാണ് ഈ അപ്പൂപ്പൻ നമ്മളെ കാണാൻ വരുന്നത്. എപ്പോഴാണ് ക്രിസ്മസ് ആഘോഷിക്കുക? ഡിസംബറിനാണല്ലേ. ഡിസംബർ 25-നാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. മക്കളൊക്കെ ഒന്ന് ഉറക്കെ പറഞ്ഞേ. എന്നാ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ഡിസംബർ 25-ന്. എന്തിനാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? എന്തിനായിരിക്കും? അങ്ങ് ദൂരെ ബത്ലഹേം എന്ന ഗ്രാമത്തിൽ മഞ്ഞുള്ള നിലാവുള്ള രാത്രിയിൽ ഒരു പുൽക്കൂട്ടിൽ ഒരു കുഞ്ഞു ഉണ്ണിയേശു ജനിച്ചു. ആ ജനിച്ച ദിവസമാണ് നമ്മളെല്ലാവരും ക്രിസ്മസായി ആഘോഷിക്കുന്നത്. ഉണ്ണിയേശു എന്നാ ജനിച്ചത്? ഡിസംബർ 25-ന്. ഉണ്ണിയേശുവിൻ്റെ ജന്മദിനമാണ് കേട്ടോ ക്രിസ്മസ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ക്രിസ്മസ് ആകുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ സ്റ്റാറുകൾ അങ്ങോട്ട് തൂക്കും അല്ലേ? നക്ഷത്രം വലുതും ചെറുതും നമ്മുടെ വീടിൻ്റെ മുകളിൽ അങ്ങോട്ട് തൂക്കും. പിന്നെയോ പിന്നെ പുൽക്കൂടൊരുക്കും. പുൽക്കൂട്ടിൽ ഉണ്ണിയേശു ഉണ്ടാവും. മറിയ, ജോസഫ്, മാലാഖമാർ, കന്നുകാലികൾ ഒക്കെ അങ്ങോട്ടുണ്ടാവും. അവരൊക്കെ നമ്മളായിട്ട് ഒരുക്കും. എന്നിട്ട് പുൽക്കൂടായിട്ട് അലങ്കരിക്കും. പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും. ക്രിസ്മസ് ട്രീ വീട്ടിൽ അലങ്കരിക്കും. സ്വർണ്ണ നിറമുള്ള അല്ലെങ്കിൽ വർണ്ണ നിറമുള്ള ബോള്, സമ്മാനപ്പൊതി, നക്ഷത്രം ഒക്കെ ആ ട്രീയിൽ ഒരുക്കും. പിന്നെ മക്കളെ ആശംസാ കാർഡ് കൈമാറും. ഭംഗിയുള്ള നല്ല നിറമുള്ള ആശംസാ കാർഡ് കൈമാറും. പിന്നെ പുത്തനുടുപ്പിട്ട് പള്ളിയിൽ പോകും. പിന്നെ നമുക്കിഷ്ടമുള്ള കേക്ക് മുറിക്കും. പിന്നെയോ സമ്മാനപ്പൊതി കൈമാറും. പിന്നെ നമുക്കൊക്കെ ഇഷ്ടമുള്ള നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് അപ്പൂപ്പൻ സമ്മാനപ്പൊതിയുമായിട്ട് വരും അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ കരോൾ ഗാനൊക്കെ പാടിയിട്ട് ഇങ്ങനെ വരുന്നത്, ഡാൻസൊക്കെ കളിച്ചിട്ട് വരുന്നത്, ജിങ്കിൾ ബെൽ എന്ന പാട്ടൊക്കെ പാടി വരുന്നത് കണ്ടിട്ടുണ്ടോ? പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വരും അല്ലേ? വിരുന്നുകാർ വരും, നമ്മളും വിരുന്ന് പോവും. അങ്ങനെ നമ്മൾ ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. എന്നാ ആഘോഷിക്കാറ്? ഡിസംബർ 25-ന്. എന്തിനാ ആഘോഷിക്കണത്? അന്ന് ഉണ്ണിയേശുവിൻ്റെ ജന്മദിനമാണ്. എങ്ങനെയാണ് നമ്മളതൊക്കെ ആഘോഷിക്കണത്? കേക്ക് മുറിച്ചിട്ട്, പുൽക്കൂട് ഒരുക്കിയിട്ട്, സ്റ്റാർ തൂക്കിയിട്ട്